how many 4-digit numbers are there with no digits repeated. Okay, how many 4-digit numbers are there with no digit repeated? Question മനസ്സിലായോ? എത്ര 4 അക്ഷരമുള്ള നമ്പേഴ്സ് ഉണ്ടെന്ന്, അതായത് നമ്മളിങ്ങനെ എഴുതില്ലേ 1 3 2 4 ഇങ്ങനെയൊക്കെ എഴുതില്ലേ, അതുപോലെ ഇങ്ങനത്തെ എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ വരെ എഴുതിക്കൂടെ, 1999 വരെ എഴുതിക്കൂടെ, അല്ല 1999 അല്ല 9999 വരെ എഴുതിക്കൂടെ നമുക്ക്. ഓക്കെ, ഇതുപോലെ എത്ര നമ്പേഴ്സ് ഇടുന്നത് വിത്ത് നോ ഡിജിറ്റ്സ് റിപ്പീറ്റഡ്, അതായത് ഇങ്ങനെ വരാൻ പാടില്ല, 999 വരാൻ പാടില്ല. ഇപ്പോൾ 9 റിപ്പീറ്റ് ചെയ്തിട്ടില്ല ഇവിടെ. ഇതുപോലെയൊക്കെ എഴുതാം, വേണ്ട 1 3 2 4 എന്നൊക്കെ എഴുതാം. ഇത് ഒറ്റ നമ്പേഴ്സും റിപ്പീറ്റ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ 999 പോലെ വരാൻ പാടില്ല, അതേപോലെ 1224 വരാൻ പാടില്ല, കാരണം ഇവിടെ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസസ് ഒന്നും എടുക്കാൻ പാടില്ല. ഇതുപോലെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാത്ത എത്ര നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി 4-digit numbers are there വിത്ത് നോ ഡിജിറ്റ് റിപ്പീറ്റഡ്. നമുക്കങ്ങനെ സെറ്റ് തോന്നില്ല, കാരണം നമുക്ക് 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ നമ്മളിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 0 1 2 3 4 5 6 7 8 9. ഇത്രയും നമ്പേഴ്സ് കൊണ്ടല്ലേ നമ്മൾ എല്ലാ ഡിജിറ്റ്സും ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല ഏതൊക്കെ നമ്പേഴ്സ് ആണെന്ന്, കാരണം 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ നമ്മളതിൽ ജനറലി ഉള്ള നമ്പേഴ്സ് ഇതൊക്കെ അല്ലേ. ഈ നമ്പേഴ്സ് കൊണ്ടല്ലേ നമ്മൾ എല്ലാ നമ്പറുകളും എടുക്കുന്നത്, നമ്മളെല്ലാ നമ്പറുകളും ബേസിക്കലി നമ്പേഴ്സ് വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. സോ അവർ പറയുന്നത് ഇത്രയും നമ്പേഴ്സ് കൊണ്ടാണ് ശരിക്കും നിങ്ങൾക്ക് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് വിത്ത് നോ ഡിജിറ്റ് റിപ്പീറ്റഡ്. ഒന്ന് ചെയ്ത് നോക്കിയേ, കിട്ടുന്നുണ്ടോന്ന്. നിങ്ങൾക്ക് ഒരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ 1 2 3 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. ഇതിലൊരു ക്ലൂ തരാം, ഒരിക്കലും ഫസ്റ്റ് നമ്പർ 0-ൽ തുടങ്ങില്ല. നമ്മൾ ഒരിക്കലും ആദ്യത്തെ നമ്പർ 0 1 2 3 എന്നൊന്നും എഴുതില്ലല്ലോ. എപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ 123 എഴുതുള്ളൂ, 0 മുന്നിൽ ഇടില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരിക്കലും 0 വരാൻ പാടില്ല. അതിൻ്റെ ക്ലൂ ആണ്. 9x9x8 ആടാ, ശരിയാ. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി അതങ്ങനെ കിട്ടിയത്. അവൻ 9x9x8 അവനാണ് കിട്ടിയത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അശ്വത്ത് ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ അത് വന്നേ? 9x9x8 എങ്ങനെയാ വന്നേ? അശ്വത്ത് നിന്നോടാടാ, പറയടാ. വോയിസ് ആണെങ്കില അവനോട് ഇല്ലാടെ. എടാ അവൻ നിനക്ക് പറയാൻ പറ്റുമോ? ആ ഫസ്റ്റ് ഡിജിറ്റ് എന്തായാലും 9 എണ്ണം പറ്റുള്ളൂ, കാരണം 0 വരില്ല. ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് 9 എണ്ണം പറ്റുള്ളൂ ഇവിടെ. ബാക്കിയുള്ളതൊക്കെ 10 ഡിജിറ്റ് വെച്ചില്ലേ. ബാക്കി 10 ഡിജിറ്റോ? ഒരെണ്ണോട് യൂസ് ചെയ്ത് പോയില്ല നമ്മള്. ഹലോ പോയ? എടാ ഫസ്റ്റ് ഡിജിറ്റ് 9, കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് 0 എടുക്കാൻ പറ്റില്ല അല്ലേ, 0 എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളതിൽ ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ, 9 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു നമ്പർ എടുത്തു, നമ്മൾ 0 എടുത്തു. ബാക്കി നമ്മളതിൽ എത്ര നമ്പർ ഉണ്ട്?
9 അല്ലേ ഉള്ളൂ. സോ നമ്മൾ 9 എഴുതി. പിന്നെ അടുത്തത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അപ്പോൾ നമ്മൾ 8 എഴുതി. പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി എടുത്തില്ലേ, അപ്പോൾ നമുക്ക് ബാക്കി 7 നമ്പേഴ്സ് ഉള്ളൂ. അപ്പോൾ 9 × 9 × 8 × 7 വരും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? അതായത് നമുക്ക് ഒരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ആദ്യത്തെ നമ്പർ 0 വരില്ല അല്ലേ. നമ്മൾ ഒരിക്കലും 0 315 എന്നൊന്നും എഴുതില്ല. 315 എന്നല്ല എഴുതുള്ളൂ. 4 ഡിജിറ്റ് നമ്പർ എപ്പോഴും 4 ഡിജിറ്റ് ആയിരിക്കും. ഫസ്റ്റ് നമ്പർ എപ്പോഴും സ്റ്റാർട്ടിങ് വിത്ത് 1 2 3 2 തൊട്ട് 9 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ 0 എന്തായാലും വരാൻ പാടില്ല അല്ലേ. നമുക്ക് 0 തൊട്ടിട്ട് 9 വരെ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്പർ 0 വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട് ചൂസ് ചെയ്യാൻ? 1 2 3 4 5 6 7 8 9 9 നമ്പേഴ്സ് ഉണ്ട് ചൂസ് ചെയ്യാൻ അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പർ ചൂസ് ചെയ്യാൻ 9 വേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 9 എഴുതി. ഇവിടെ ഒരു നമ്പർ എടുത്തു, നമ്മൾ 0 എന്ന് പറയുന്ന നമ്പർ എടുത്തു അല്ലേ. 0 എന്ന് പറയുന്ന നമ്പർ ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തു അല്ല, 0 എന്ന നമ്പർ അല്ല, ഒരു നമ്പർ എടുത്തു ഇതിൻ്റെ അകത്തുനിന്ന്. അതായത് 0 വെച്ചിട്ട് ഏതോ ഒരു നമ്പർ എടുത്തു. ഓക്കെ, 0 വെച്ചിട്ട് ഏതോ ഒരു നമ്പർ എടുത്തു. അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ചാൻസ് ഉണ്ട്? ഇതിൻ്റെ അകത്ത് നിന്ന് 0 വെച്ചിട്ട് ഏതോ ഒരു നമ്പർ എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ 0 ചൂസ് ചെയ്യാം, 1 ചൂസ് ചെയ്യാം, 3 ചൂസ് ചെയ്യാം, ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ 9 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. അടുത്ത നമ്പർ ചൂസ് ചെയ്യാനോ, നമ്മളൊരു നമ്പർ എടുത്തില്ലേ, 8 ഡിഫറെൻറ്റ് വേസ്. അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ നമുക്ക് 7 ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 9 × 9 × 8 × 7 വേസ് ഉണ്ട്. അതായത് എത്ര വരും? 4536. 4536 അല്ലേ? അതെ അതെ, 4536 വരും. 4536 വേസ് ഉണ്ട്. 4536. 4536 4536 എന്തുണ്ട് നമ്മളിൽ? 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് വേറൊരു ടൈപ്പിൽ എഴുതാം. ഓക്കെ, ആ ഒരു P3 വെച്ചിട്ട് നമ്മൾ എഴുതാമല്ലേ, 9P3 എന്നൊക്കെ എഴുതുന്ന പോലെ. നോക്കി നോക്കിയേ, നമുക്ക് ഫസ്റ്റ് നമ്പർ ചൂസ് ചെയ്യാൻ 9 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. അടുത്ത നമ്പർ ചൂസ് ചെയ്യാനോ, ഒന്ന് നോക്കി നോക്കിയേ, അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ നമുക്ക് 9 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 9 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് അതിന് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കണം? ഒരു 3 പ്ലേസസിൽ അറേഞ്ച് ചെയ്യാനുള്ള. സോ 9P3 വേസ്. സോ 9 × 9P3 വേസ്. ഇതും കൂടി എഴുതി വെച്ചോ നിങ്ങൾ. 9 × 9P3 വേസ്. അതായത് എന്ത് വരും? 9 × 9P3 എന്ന് വെച്ചാൽ 9 തൊട്ടിട്ട് ഒരു 3 എണ്ണം ബാക്കിലേക്ക് എഴുതാം. അപ്പോൾ 9 × 8 × 7. അപ്പോഴും നമുക്ക് ആൻസർ ഇത് തന്നെ വരാം, 4536 എന്ന് തന്നെ വരാം. ഓക്കെ, അതിനുണ്ട്. How many 3-digit even numbers? How many 3-digit even numbers can be made using the digits? Can be made using the digits 1 2 3 4 and 6. 1 2 3 4 and 6 if no digit is repeated. Okay, if no digit is repeated. Okay. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എത്ര 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു അല്ല, എത്ര 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? എന്തൊക്കെ ഡിജിറ്റ് ഉപയോഗിച്ചിട്ട്? യൂസിങ് ദ ഡിജിറ്റ്സ് 1 2 3 4 and 6. 1 2 3 4 6 ഉപയോഗിച്ചിട്ട് എത്ര 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു? നമുക്ക് കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട്, ഒറ്റ ഡിജിറ്റും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന്.
ട്രൈ ചെയ്ത് നോക്കുന്നു. യെസ്, ശരിയാ ശരിയാ. 60 വരും. യെസ്, ശരിയാ ശരിയാ. ആടാ ശരി ശരി. 60 വരും. ട്രൈ ചെയ്യും, എല്ലാവരും ട്രൈ ചെയ്യും. ലക്ഷ്മി, നിനക്ക് കിട്ടിയോ? കുഴപ്പമില്ല, ചെയ്ത് നോക്ക്. അതിന് കിട്ടിയോ? അമ്മൻ, അശ്വത്. ഓക്കെ. ആണോ? എന്ത് മിസ്റ്റേക്കാ പറയുന്നത്? കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നോക്കിക്കോട്ടോ. നമുക്കൊരു 3 ഡിജിറ്റ് ഈവൻ നമ്പർ ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ നമുക്ക് 3 സ്പേസ് ഉണ്ട്. 1 2 3. 3 ഡിജിറ്റ് ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? അവസാനത്തെ ഡിജിറ്റ് എപ്പോഴും ഈവൺ ആയിരിക്കണം അല്ലേ? അവസാനത്തെ ഡിജിറ്റ് എപ്പോഴും ഒന്നില്ലെങ്കിൽ 2 ആയിരിക്കണം. 4 6 8 10 ഇങ്ങനെ പോകണം. പക്ഷെ നമുക്ക് തന്നതിൽ ഏതൊക്കെ ഈവൺ നമ്പേഴ്സ് ഉള്ളത്? 1 2 3 4 6 നമുക്ക് 2 ഉണ്ട്, അതുപോലെ 4 ഉണ്ട്, 6 ഉണ്ട് അല്ലേ? നമുക്ക് ആകെ 3 ചാൻസസ് ഉള്ളൂ അവസാനത്തെ നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒറ്റ കാര്യം കിട്ടി ആദ്യമേ തന്നെ. ഈ ഒരു 3 ഡിജിറ്റ് നമ്പറിൽ അവസാനത്തെ നമ്പർ ഉണ്ടാക്കാൻ നമുക്ക് ആകെ 3 ചാൻസസേ ഉള്ളൂ. ഓക്കെ, 3 ചാൻസസേ ഉള്ളൂ. ഇനി നമുക്ക് 2 നമ്പർ ചൂസ് ചെയ്യണം.
അപ്പോൾ നമ്മൾ ഇവിടെ 3 ചാൻസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ 2 1 എഴുതാൻ പാടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് എപ്പോഴും ഒരു നമ്പറല്ലേ ചൂസ് ചെയ്യുള്ളൂ, എപ്പോഴും ഒരേ സമയത്ത് ഒറ്റ നമ്പറല്ലേ ചൂസ് ചെയ്യുള്ളൂ. ഇതിൽ നിന്നും ഇവിടെ ഒന്നില്ലെങ്കിൽ 2 ചൂസ് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ 4, ഏതെങ്കിലും ഒരെണ്ണമല്ലോ ഒറ്റ സമയത്ത് ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് ഈവൺ നമ്പേഴ്സൊക്കെ വന്നൂടെ, ഇപ്പുറത്ത് ഇനി 4 6 വരാം അല്ലേ, 642 ആൻസർ വരാം, വേണ്ട എല്ലാം ഈവൺ നമ്പറായിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ 3 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര ചാൻസസ് ഉണ്ട് ഇവിടെ ചൂസ് ചെയ്യാൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ചാൻസസ് ഉണ്ടാവും? 4 അല്ലേ, കാരണം ഒറ്റ നമ്പറിൽ എടുത്തിട്ടുള്ളൂ. നമുക്ക് മൊത്തം 1 2 3 4 6, നമുക്ക് മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 നമ്പേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ഒറ്റ നമ്പർ ചൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് 4 ചാൻസസ് ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ എത്ര നമ്പർ ചൂസ് ചെയ്തു? 2 നമ്പർ ചൂസ് ചെയ്തു. നമുക്ക് എത്ര ചാൻസസ് ഉണ്ടാവും? ഇനി എത്ര ചാൻസസ് ഉണ്ടാവും? 5. അങ്ങനെ 5 വരണേ? ശരിയാണല്ലോ അല്ലേ? ഓക്കെ, 1 2 3 4 6. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട് മൊത്തത്തിൽ? 1 2 3 മൊത്തം 5 നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒരു നമ്പർ ഇവിടെ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ചാൻസസ്. 5 ഓക്കെ, 5 4 3 വരും. കറക്റ്റാണ് 5 4 വരും. അപ്പോൾ നമുക്ക് എത്ര വരും ആൻസർ? മൊത്തം 60 വരും. 5 × 4 × 3. എഴുതി കഴിഞ്ഞാൽ പറ കേട്ടോ. അല്ലടാ, നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ 5 കിട്ടിയേ? എനിക്ക് കൺഫ്യൂഷനായി പെട്ടെന്ന്, സംശയം ചോദിച്ചേ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ 5 കിട്ടിയ ഇവിടെ? സജിറെ, കുറേ പേർക്ക് 60 ആൻസർ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കൺഫ്യൂഷനായി പോയി. നിങ്ങൾക്ക് എങ്ങനെ 60 ആൻസർ കിട്ടിയേ? 5 × 4 × 3. ഓഹോ, അതായത് നമ്മളെ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഞാൻ ക്വസ്റ്റ്യൻ എഴുതി തെറ്റായിരുന്നു. നമ്മളെ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഇവിടെ 5 6 7 എന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. പക്ഷെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 7 ഇല്ല. ഞാൻ ക്വസ്റ്റ്യനിൽ 7 എഴുതാൻ വിട്ടുപോയി. അതാണ് എൻ്റെ കയ്യിലുള്ള ആൻസറും ഞാൻ എഴുതിയ ആൻസറും നമ്മൾ വ്യത്യാസം വന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ 6 വരെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഞാനത് 5 എഴുതിയപ്പോൾ നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് 5 വരുന്നത്? നമ്മൾ ഒരു നമ്പർ ചൂസ് ചെയ്തില്ലടാ. നോക്കിയേ, ഒരു മിനിറ്റാ, നമ്മളിവിടെ എത്രയാണ് പറയാം, നമുക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. ഇവിടെ 1 2 3 ഡിജിറ്റ്. ഇവിടെ നമ്മൾ ഒരു നമ്പർ ചൂസ് ചെയ്തില്ലേ ഇതിൻ്റെ അകത്തുനിന്ന്? 2 4 6 എന്നൊരു നമ്പർ നമ്മൾ ചൂസ് ചെയ്തില്ലേ? 2 4 6 ഒരു നമ്പർ ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 6 നമ്പേഴ്സ് ഉണ്ട്. അല്ല, 5 നമ്പേഴ്സല്ലേ ഉള്ളൂ. 1 2 3 4 5 നമ്പേഴ്സ് ഉള്ളൂ. 5 നമ്പേഴ്സ് നമ്മൾ ഒരു നമ്പർ ചൂസ് ചെയ്തു. ബാലൻസ് നമുക്ക് 4 നമ്പേഴ്സല്ലേ ഉള്ളൂ. അപ്പോൾ 4 അല്ലേ വരുള്ളൂ ഇവിടെ. പിന്നെ അതിൽ നിന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ 3 അല്ലേ വരിക?
ആദ്യം 5 4 നെക്സ്റ്റ് 3 അല്ലേ വരാം? അല്ല അല്ല അല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, കൺഫ്യൂഷൻ ആവരുത്. ഇത് ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ 4 2 3 അല്ലേ? 4 2 3 അങ്ങനെയല്ലല്ലോ വരിക. 3 4 3 വരിക. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഞാൻ തന്നതിൽ 7 ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ക്വസ്റ്റ്യനിൽ 7 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസർ 60 വരും. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിൽ 7 എഴുതിയിട്ടില്ല. സോ നിങ്ങളിപ്പോൾ ഇത്ര കൺസിഡർ ചെയ്താൽ മതി. 1 2 3 4 6 ഇത്രയേ ഉള്ളൂ നമ്മളെ കയ്യിൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഈവൻ നമ്പർ ആദ്യം മുതൽ എഴുതാം. ആദ്യം മുതൽ ഒക്കെ മാറ്റി കളഞ്ഞു കേട്ടോ, ഒക്കെ മാറ്റി. ആദ്യം മുതൽ ആലോചിച്ച് നോക്കാം. നിങ്ങൾക്കൊരു 3 ഡിജിറ്റ് ഈവൻ നമ്പർ ഉണ്ടാക്കണം. ഓക്കെ, സോ 1 2 3 ഡിജിറ്റ് ഈവൻ നമ്പർ ഉണ്ടാക്കണം. അതായത് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ ഇതിൻ്റെ എന്തൊക്കെ ഒരു ആൻസേഴ്സ് ഓരോരുത്തർ എക്സാമ്പിൾസ് പറയാം. 124. ഓക്കെ, ഇതൊരു ഈവൻ നമ്പറാണ്. ഓക്കെ, അടുത്തൊരാൾ എക്സാമ്പിൾ പറയാം. കുറച്ച് എക്സാമ്പിൾസ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കണേന്ന്. രഞ്ജിനി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഓക്കെ, ഭദ്ര പറഞ്ഞു 136. ഓക്കെ, സമ്മതിച്ചു, 136. എല്ലാവരും പറയടാ, കുറച്ച് ആൻസേഴ്സ് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഏതൊക്കെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. 246. ഓക്കെ ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ നമ്പേഴ്സ് എഴുതാൻ പോകണം. അവസാനം എന്തായാലും 4 അല്ലെങ്കിൽ അവസാനം എന്തായാലും ഒരു ഈവൻ നമ്പർ വരണം. അപ്പോൾ നമുക്ക് തന്നതിൽ 2 4 6. ഓക്കെ, ആകെ 3 ഈവൻ നമ്പേഴ്സേ ഉള്ളൂ. ഓക്കെ, അവസാനത്തെ നമ്പർ എന്തായാലും ഒരു ഈവൻ നമ്പർ വരണം. ഓക്കെ, അവസാനത്തെ നമ്പർ എന്തായാലും ഒരു ഈവൻ നമ്പർ വരണം. അപ്പോൾ നമുക്ക് അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് ആദ്യം തീർത്ത് വയ്ക്കുക നിങ്ങൾ. ഓക്കെ, അത് ആദ്യം തീർത്ത് വയ്ക്കുക. അപ്പോൾ അവസാനത്തെ നമ്പർ ചൂസ് ചെയ്യാൻ നമുക്ക് 3 ഡിഫറെൻറ്റ് വേസ് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ ചൂസ് ചെയ്യാം? അവസാനത്തെ നമ്പർ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 2 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 4 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 6 ചൂസ് ചെയ്യാം. ഇത്ര വേസ് നിങ്ങൾക്ക് ഉള്ളൂ അവസാനത്തെ നമ്പർ ചൂസ് ചെയ്യാൻ. ഓക്കെ, അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം ആലോചിക്കാം. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു നമ്പർ ആദ്യമേ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒന്നില്ലെങ്കിൽ 2 ചൂസ് ചെയ്തു, അല്ലെങ്കിൽ 4 ചൂസ് ചെയ്തു, അല്ലെങ്കിൽ 6 ചൂസ് ചെയ്തു. ഏതോ ഒരെണ്ണം ചൂസ് ചെയ്തു. ഓക്കെ, ബാക്കി നിങ്ങളിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കിട്ടോ. 1 2 3 4 6. ഓക്കെ, നിങ്ങളടുത്ത് ഇത്ര നമ്പേഴ്സ് ഉണ്ട്. 1 2 3 4 6 നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു നമ്പർ ചൂസ് ചെയ്തു, 2 ചൂസ് ചെയ്തു, അല്ലെങ്കിൽ 3 ചൂസ് ചെയ്തു, അല്ലെങ്കിൽ 4 ചൂസ് ചെയ്തു, അല്ലെങ്കിൽ 6 ചൂസ് ചെയ്തു. 2 4 6 ഇതിൽ ഏതോ ഒരു നമ്പർ ചൂസ് ചെയ്തു നിങ്ങൾ. ബാക്കി നിങ്ങളിൽ എത്ര നമ്പർ ഉണ്ട്? 4 നമ്പറല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്ത നമ്പർ നിങ്ങളുടെ 4 വരിക. ഓക്കെ, നിങ്ങൾക്ക് 4 നമ്പർ ഇനി ചൂസ് ചെയ്യാനുള്ളൂ ഇതിൻ്റെ അകത്ത് നിന്ന്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു നമ്പർ കൂടി ചൂസ് ചെയ്തു. ഓക്കെ, സപ്പോസ് ഞാൻ ആദ്യം 2 ചൂസ് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, അടുത്ത നമ്പർ ഞാൻ 3 ചൂസ് ചെയ്ത് നോക്കിയാൽ. ഇനി നിങ്ങളിൽ എത്ര നമ്പർ ഉണ്ട്? 3 എണ്ണേ ഉള്ളൂ. നിങ്ങൾ 2 എണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിൽ ആകെ 3 എണ്ണേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്ത നമ്പർ 3 വരിക. സോ 3 × 4 × 3 ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ വരിക. ക്ലിയർ ആണോ? ഇത് സംശയം ഉണ്ടോ? ഒന്നുകൂടി ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇരുന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഒരു ആൻസർ? 3 × 4 × 3 36 അല്ല വരിക? എടാ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എത്ര വേണമെങ്കിലും പറഞ്ഞുതരാം. മനസ്സിലായോ എല്ലാവർക്കും? ലക്ഷ്മി നമുക്ക് മനസ്സിലായോ? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തു തരാം. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ 7 ഉണ്ടെന്ന് വിചാരിക്കാം. ആൻസർ എന്തായിരിക്കും? ഓക്കെ, ഒന്ന് ചെയ്തിട്ട് പറ എല്ലാവരും. കറക്റ്റ് ചെയ്ത് നോക്കിട്ടോ. നിങ്ങൾക്കൊരു 3 ഡിജിറ്റ് ഈവൻ നമ്പർ ഉണ്ടാക്കണം. ആലോചിച്ച് നോക്കട്ടോ, 3 ഡിജിറ്റ് ഈവൻ നമ്പർ ഉണ്ടാക്കണം. നമുക്കൊരു 3 ഡിജിറ്റ് ഈവൻ നമ്പർ ഉണ്ടാക്കണം. ഓക്കെ, ഇതിൽ ജസ്റ്റ് ആലോചിച്ച് നോക്ക്. നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് 1 2 3 4 6 7 അല്ലേ? ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഈവൺ നമ്പേഴ്സൊക്കെ മാർക്ക് ചെയ്യാം. ഈവൺ നമ്പേഴ്സ് 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. നമുക്ക് മൊത്തം 3 ഈവൺ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യം ആലോചിക്കുക, ഈ 3 ഡിജിറ്റ് ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ അവസാനത്തെ പ്ലേസിൽ എന്തായാലും ഈവൺ നമ്പർ തന്നെ വരണം. അപ്പോൾ ഇവിടെ അവസാനത്തെ നമ്പർ വരാനുള്ള എത്ര ചാൻസസ് ഉണ്ട്? നമുക്ക്
നമുക്ക് ഒന്നില്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 അല്ലേ, 2 4 6 ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു നമ്പർ ഇവിടെ വരണ്ട എന്തായാലും. അപ്പോൾ നമുക്ക് എത്ര ചാൻസസ് ഉണ്ട്? നമുക്ക് 3 ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു നമ്പർ എടുത്തു എന്ന് വിചാരിക്കാം, 2 4 6 ഒരു നമ്പർ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ എനിക്ക് എത്ര ചാൻസസ് ഉണ്ടാവും? 5. ഓക്കെ, ഞാൻ ജസ്റ്റ് എഴുതാം കേട്ടോ നമ്പേഴ്സ്. 1 2 3 4 ഞാൻ എടുത്തു. ഓക്കെ, സോ എനിക്ക് 6 7 അല്ലേ, ഞാൻ ഇതിനകത്ത് 4 എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് എത്ര ചാൻസസ് ഉണ്ട്? ഇനി 1 2 3 4 5 ചാൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ 5 എന്ന് എഴുതി. അടുത്ത് ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് വീണ്ടും ഒരു നമ്പർ എടുത്തു നോക്കിയാൽ ഞാൻ 3 എടുത്തു എന്നിരിക്കാം. അപ്പോൾ എനിക്ക് എത്ര ചാൻസസ് ഉണ്ട്? ഇവിടെ 1 2 6 and 7 അല്ലേ, 1 2 6 and 7 എനിക്ക് 4 ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 4 എഴുതി. അപ്പോൾ നിങ്ങൾ ആൻസർ ഇത് വരും 5 × 4 × 3 5 × 4 20 20 × 3 60 ഡിജിറ്റ്സ് ഉണ്ടാവും. ക്ലിയർ ആണോ എല്ലാവർക്കും? 16 വേസ് അല്ലേ? അല്ല, വേസ്റ്റ് പോയി നോക്കണ്ടോ. ഹൗ മെനി 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ടില്ലേ? എത്ര 3 ഡിജിറ്റ് ഈവൻ നമ്പർ ഉണ്ടാകും? നമുക്ക് 60 ഡിജിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ആൻസർ എങ്ങനെ എഴുതാം? 60 3 ഡിജിറ്റ് even numbers can be made using the digits 1 2 3 4 6 and 7 ഇത്രയും നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 60 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നീ വന്നോ? അശ്വത്ത് നീ വന്നോ? നീ എവിടെ പോയിരുന്നേ? എടാ അശ്വത്ത് നീ എവിടെ പോയി? നടന്ന നെറ്റ് കട്ടായി പോയോ? എനിക്ക് മനസ്സിലായിരുന്നോ? സത്യം പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല പറഞ്ഞു. ഞാൻ ഓക്കെ ഓക്കെ, എന്നാൽ ഇത് എഴുതി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഹൗ മെനി 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 1 2 3 4 6 7 and 8 ആക്കും. ഒരു നമ്പർ കൂടി ആഡ് ചെയ്യും, 8 കൂടി ആഡ് ചെയ്തിട്ടപ്പം ഇത് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോയാൽ മതി നമുക്ക് ഫുള്ള്. ഓക്കെ, 8 എണ്ണം വരുമ്പോൾ എന്തുണ്ടോ നോക്കി. ഹൗ മെനി 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 1 2 3 4 6 7 and 8. ഇത്രയും നമ്പർ യൂസ് ചെയ്തിട്ട് എത്ര 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു ഒന്ന് നോക്കിയേ. എല്ലാം ട്രൈ ചെയ്യും. ഇതിൽ നിന്ന് എന്ത് വ്യത്യാസം വരാമെന്ന് നോക്കി നോക്ക്. എല്ലാം ട്രൈ എല്ലാവരും ചെയ്തിട്ട് ആൻസർ ചെയ്യാനുള്ളത്. ഇത്ര 1 2 3 4 6 7 8 ഇത്രയും നമ്പർ യൂസ് ചെയ്തിട്ട് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? ഈവൻ നമ്പേഴ്സ്.
120 അല്ല, എല്ലാവരും കൂടി പറ. എല്ലാവരും പറഞ്ഞ ആൻസർ പറയാം. ശരിയാണ്, എല്ലാവരും ശരിയാണ്. Yes, 120 വരാം. മറ്റേ ക്വസ്റ്റ്യൻ എല്ലാം എഴുതി കഴിഞ്ഞിരുന്നോ തൊട്ട് മുന്നത്തെ? ഓക്കെ, എന്താ പറയുക ആൻസർ? 120 കിട്ടി എല്ലാവർക്കും? യെസ്. സൗണ്ട് കുറവാണ് എൻ്റെ? ഇല്ലല്ലോ, കറക്റ്റ് മൈക്ക് എടുക്കണേ. എല്ലാവർക്കും കുറവാണോ? അല്ല, ഞാൻ എൻ്റെ മൈക്ക് കറക്റ്റ് വയറോടെ വെച്ചിട്ടുള്ളത്. നോക്കി ചിലപ്പോൾ വോളിയത്തിൻ്റെ വല്ല പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കിക്കോട്ടോ. നമുക്ക് കറക്റ്റ് ഒരു എന്താ ഉണ്ടാക്കേണ്ടത്? 3 ഡിജിറ്റ് ഈവൺ നമ്പർ ഉണ്ടാക്കണം. സോ 1 2 3 3 ഡിജിറ്റ് ഈവൺ നമ്പർ. നമ്മൾ അതിലെ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 4 6 7 and 8. ഓക്കെ, നമ്മളിൽ എത്ര ഡിജിറ്റ് മാത്രം? 1 2 3 4 5 6 7. മൊത്തം നമ്മളിൽ 7 ഡിജിറ്റ്സ് ഉണ്ട്. 7 ഡിജിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു 3 ഡിജിറ്റ് ഈവൺ നമ്പർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, 3 ഡിജിറ്റ് ഈവൺ നമ്പർ എങ്ങനെ പോയാലും അവസാനത്തെ ഡിജിറ്റ് ഈവൺ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഈവൺ നമ്പേഴ്സ് ഒക്കെ ചൂസ് ചെയ്യാം. സോ 2 ഈവൺ ആണ്, 4 ഈവൺ ആണ്, 6 ഈവൺ ആണ്, പിന്നെ 8 ഈവൺ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 1 2 3 4 4 ഈവൺ നമ്പേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അല്ലേ? 4 ഈവൺ നമ്പേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ ചൂസ് ചെയ്യണ്ടേ? ഓക്കെ, ആ ഒരു കാര്യം ആദ്യം തീർത്ത് വയ്ക്കും നമുക്ക്. ഓക്കെ, 4 ഡിജിറ്റ് ഈവൺ നമ്പർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ഡിഫറെൻറ്റ് വൈസ് ഉണ്ടാവും? അവസാനത്തെ നമ്പർ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 2 4 6 8 അല്ലേ? മൊത്തം 4 നമ്പേഴ്സ് ഉള്ളേ. അവസാന നമ്പർ എന്തായാലും ഈവൺ ആയിരിക്കണം. അപ്പോൾ അവസാനത്തെ നമ്പർ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ഡിഫറെൻറ്റ് വൈസ് ഉണ്ട്? 4 ഡിഫറെൻറ്റ് വൈസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ഡിഫറെൻറ്റ് വൈസ് ഉണ്ടാവും? ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഈവൺ നമ്പർ ചൂസ് ചെയ്തു കേട്ടോ. ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്യാണ് 4 എന്ന് പറഞ്ഞൊരു ഈവൺ നമ്പർ ഞാൻ ചൂസ് ചെയ്ത് വിചാരിക്കാം. അപ്പോൾ ഈ അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ എത്ര ഡിഫറെൻറ്റ് വൈസ് ഉണ്ടായിരിക്കും? 1 2 3 4 എഴുതുന്നില്ല, ബാക്കിയുള്ള എഴുതാണ് 6 7 and 8. ഇത്രയും നമ്പർ എനിക്കുണ്ട് അല്ലേ? അതായത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 ഡിഫറെൻറ്റ് വൈസ് ഇല്ലേ? അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ എനിക്ക് 6 ഡിഫറെൻറ്റ് വൈസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു നമ്പർ ഇവിടെ ചൂസ് ചെയ്ത് എഴുതി നോക്കിയാൽ ഞാനൊരു 7 എഴുതി നോക്കിയാൽ. ഓക്കെ, ഞാൻ 7 ചൂസ് ചെയ്തു. അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ എനിക്ക് എത്ര ഡിഫറെൻറ്റ് വൈസ് ഉണ്ടാവും? ഇതിൻ്റെ അകത്ത് 7 റീപ്ലേസ് ചെയ്തിട്ട് എഴുതാം. സോ 1 2 3 6 and 8. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാനായിരിക്കും നമ്മളുടെ ആൻസർ, അതായത് 120. ക്ലിയർ ആണോ എല്ലാവർക്കും? ഏയ്, അമ്മേൻ്റെ മുകളിൽ ശരിയാവും. അമ്മ അശ്വത്തിൻ്റെ മുകളിൽ ശരിയാവുന്നില്ലല്ലോ. ഒരു ഒച്ചില്ല. അശ്വത്ത് എന്താണ് പറ്റിയത്? ശരിയായില്ലേ? ഇവര് എന്താണത്? ഹലോ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അപ്പം പോവോ? എന്താ ബാക്കി ആരാണ്? ലക്ഷ്മി, കേട്ടിരുന്നോ?
ഒരു മിനിറ്റ്. ഓക്കെ, കുഴപ്പമില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കോട്ടെ. നമുക്കിത് ക്ലിയർ ആയിട്ട് ഇനി പോയാൽ മതി. ഇത് എഴുതി ഞാൻ വെറുപ്പിക്കുന്നില്ല. ഇനി വേറെ ക്വസ്റ്റ്യൻ തരാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് എഴുതിക്കോട്ടെ. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് four-digit numbers. Find the number of four-digit numbers that can be formed using the digits 1, 2, 3, 4 and 5. ഓക്കെ, ഇതിൻ്റെ അടുത്ത് കണ്ടീഷൻ വന്നിട്ടുണ്ട്. ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. ഹൗ മെനി ഓഫ് ദിസ് വിൽ ബി ഈവൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൻ്റെ ഒപ്പം. ഹൗ മെനി ഓഫ് ദീസ് വിൽ ബി ഈവൻ? രണ്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത് ആണോ? ആടാ 48 കറക്റ്റ്. അത് ഈവൺ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനോ? 120. ആടാ കറക്റ്റ്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ കിട്ടിയത്? 120. യെസ്. യെസ്, ശരി. 120, 42. ട്രൈ ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്യും. തെറ്റിക്കോട്ടെ, നിങ്ങൾ ആൻസർ പറയണം. വെറുതെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. ഒരു 4 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ കോളം വരയ്ക്കുക. കിട്ടില്ല എന്ന് വിചാരിക്കരുത്. ട്രൈ ചെയ്ത് നോക്കുന്നത്. 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക്. ഒരു ക്വസ്റ്റ്യൻ എന്താണ്, എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ അകത്ത് എത്ര നമ്പേഴ്സ് ആയിരിക്കും ഈവൺ നമ്പേഴ്സ്.
കിട്ടിയിരുന്നോടാ അമൻ, അശ്വത് കിട്ടി. കിട്ടിയിരുന്നോ? എടാ നിനക്ക് കിട്ടിയോ അശ്വത്ത്? ഇല്ല. വെരി ഗുഡ്. കുഴപ്പമില്ല, സത്യസന്ധമായി പറഞ്ഞാൽ മതി. പിന്നെ ആരാ ഉള്ളത്? ലക്ഷ്മി നിനക്ക് കിട്ടിയോ? കുഴപ്പമില്ല. ഓക്കെ, നോക്കി കേട്ടോ. നമുക്ക് എന്താ ഉണ്ടാക്കണ്ടേ? ഒരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ്. ഓക്കെ, നമുക്ക് 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കുക. നമ്മൾ നേരെ 4 വരയ്ക്കുക. 1 2 3 4 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം യൂസിങ് ദ ഡിജിറ്റ്സ്. എന്തൊക്കെയാണ്? 1 2 3 4 5. അപ്പോൾ നമുക്ക് 1 2 3 4 5 5 നമ്പേഴ്സ് ഉണ്ട്. മൊത്തം 5 നമ്പേഴ്സ് ഉണ്ട് അവിടെ. ഈ 5 നമ്പർ യൂസ് ചെയ്തിട്ട് 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. സെക്കൻഡ് പഠിച്ചല്ലോ. ഓക്കെ, സോ നമുക്ക് 1 2 3 4 5 നമ്പേഴ്സ് ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ അകത്ത് ഓരോ പ്ലേസിൻ്റെ അകത്തും എത്ര നമ്പേഴ്സ് ഇടാൻ പറ്റുന്നു. അപ്പോൾ ഫസ്റ്റ് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് കേസിൽ നമുക്ക് എല്ലാം ഇടാം. ഇതിൻ്റെ അകത്ത് റിപ്പീറ്റേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ നമുക്ക് എത്ര നമ്പേഴ്സ് ചൂസ് ചെയ്യും? 1 2 3 4 and 5. 5 നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ ചൂസ് ചെയ്യാൻ നമുക്ക് 5 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ നമ്പർ ചൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് സപ്പോസ് ഞാൻ ഒരു നമ്പർ എടുത്തു എന്ന് വിചാരിക്കാം. ഞാൻ 3 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു എന്ന് വയ്ക്കാം. അപ്പോൾ അടുത്ത കേസിൽ എനിക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ഇതിൻ്റെ അകത്ത് ഒരു നമ്പർ പോയില്ലേ? അപ്പോൾ നമുക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? ഇത് മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 4 നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. സോ നമുക്ക് സെക്കൻഡ് നമ്പർ ചൂസ് ചെയ്യാൻ 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ അടുത്ത നമ്പർ നോക്കി നോക്ക്. അടുത്ത നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഞാൻ 2 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു. അപ്പോൾ എനിക്ക് എത്ര നമ്പേഴ്സിന് അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? 1 2 3 ഡിഫറെൻറ്റ് വേസ് അല്ലേ? അപ്പോൾ എനിക്ക് അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് എത്ര ഡിഫറെൻറ്റ് വേസ് ആണ്? 1 2 3 ഡിഫറെൻറ്റ് വേസ്. ഇത് ഞാൻ സപ്പോസ് ഒരു നമ്പർ ചൂസ് ചെയ്ത് നോക്കിയാൽ 5 ചൂസ് ചെയ്ത് നോക്കിയാൽ അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ എനിക്ക് എത്ര ഡിഫറെൻറ്റ് വേസ് ഉണ്ട്? 1 4 അല്ലേ? 1 4 2 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. ഞാൻ വെറുതെ ഇവിടെ നിന്ന് ഒരു നമ്പർ ചൂസ് ചെയ്ത് പോകാം. അപ്പോൾ എനിക്ക് ടോട്ടൽ എത്ര ഡിഫറെൻറ്റ് വേസ് ഉണ്ടാവും? 5 × 4 × 3 × 2. അതായത് നിങ്ങൾക്ക് 120 നമ്പേഴ്സ് കിട്ടും അല്ലേ? 120 4 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആൻസർ എന്ത് വരും? there will be 120 there will be നേരിപ്പോൾ നിങ്ങൾ എൻ്റെ ആൻസർ there will be 120 4 digit numbers. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ് ഹൗ മെനി ഓഫ് ദീസ് നമ്പേഴ്സ് വിൽ ബി ഈവൺ. ഈ 120 നമ്പേഴ്സിൽ എത്ര നമ്പേഴ്സ് ആയിരിക്കും ഈവൺ നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് 4 ഡിജിറ്റ് ഈവൺ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞൂടെ? എങ്ങനെ 4 ഡിജിറ്റ് ഈവൺ നമ്പേഴ്സ് കണ്ടുപിടിക്കാം? വീണ്ടും ഒരു 4 വരെ വരയ്ക്കുന്നത് പോലെ 1 2 3 4 4 ഡിജിറ്റ് ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സ് വരെ നമ്മൾ എന്താ ആലോചിക്കണം? അവസാനത്തെ ഡിജിറ്റ് എപ്പോഴും ഈവൺ നമ്പർ ആയിരിക്കണം അല്ലേ? അവസാനത്തെ നമ്പർ എപ്പോഴും ഈവൺ നമ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 മൊത്തം 5 നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ട്? 2 4 അല്ലേ? ആകെ 2 ഈവൺ നമ്പേഴ്സ് അല്ലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ അവസാനത്തെ നമ്പർ എന്തായാലും ഈവൺ ആയിരിക്കണം. സോ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? 2 4 ആകെ 2 ഡിഫറെൻറ്റ് വേസേ ഉള്ളൂ ലാസ്റ്റ് നമ്പർ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവസാനത്തെ നമ്പർ ചൂസ് ചെയ്യാൻ നമുക്ക് ആകെ 2 ഡിഫറെൻറ്റ് വേസേ ഉള്ളൂ. സോ നമ്മൾ ഇവിടെ 2 എന്ന് എഴുതി. ആകെ 2 ഡിഫറെൻറ്റ് വേസേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ നമുക്ക് എത്ര ഡിഫറെൻറ്റ് വേസ് ഉണ്ട്? നമുക്ക് 1 ഉണ്ട്, 2 ഉണ്ട്. ഞാൻ 4 ചൂസ് ചെയ്ത് നോക്കിയാൽ 1 2 3 5 അല്ലേ? സോ നിങ്ങൾക്ക് എത്ര ഡിഫറെൻറ്റ് വേസ് ഉണ്ട് അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ? ഉറക്കായോ? ഓക്കെ, 4 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു നമ്പർ ചൂസ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. സോ 1 2 5
3 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. ഞാൻ ഇതൊരു നമ്പർ ചൂസ് ചെയ്തു, പിന്നെ എനിക്ക് അടുത്ത നമ്പർ ചൂസ് ചെയ്യാൻ 1ഉം 5ഉം 2 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. സോ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 48 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്താ വരും? ഇവിടെ 48 ഈവൺ നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, എഴുതിയെടുത്തോ എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞവരൊക്കെ കൈ നോക്കിയോ? ഓക്കെ, ഓക്കെ, ഞാനൊരു 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതി കൂടെ ഹോംവർക്ക് ആയിട്ടാണ് എഴുതിയെടുത്ത് എല്ലാവരും. ഫ്രം എ കമ്മിറ്റി from a committee of 8 persons, 8 ആൾക്കാരുള്ള ഒരു കമ്മിറ്റി. In how many ways we can choose a chairman and a vice chairman. Assuming that one person cannot hold more than one position. ഒരു കമ്മിറ്റി ഉണ്ട്, അതിൽ 8 ആൾക്കാരുണ്ട്. നമുക്കതിൻ്റെ അകത്ത് ഒരു ചെയർമാനെയും വൈസ് ചെയർമാനെയും ചൂസ് ചെയ്യണം. അപ്പോൾ അതിൽ ഒരാൾക്ക് 2 പൊസിഷൻ, ഒരാൾക്ക് ഒരു പൊസിഷനെ പാടുള്ളൂ. ഓക്കെ, ഒരാൾക്ക്, അതായത് ഒരാൾ തന്നെ ചെയർമാനും വൈസ് ചെയർമാനും ആവാൻ പാടില്ല. 2 ആൾക്കാർ എന്തായാലും വേണം. ഓക്കെ, ഒരാൾക്ക് 2 പൊസിഷൻ കൊടുക്കാൻ പാടില്ല. അതായത് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി, ഇതിന് എഴുതാൻ സ്ഥലം വിട്ടു കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ പേജിൽ എഴുതിക്കോ. ഹൗ മെനി words with or without meaning can be formed using the digits? I'm sorry, can be formed using the letters. ഇത് ഇവനെ ഇവിടെ നിന്ന് ഇതിരിക്കാൻ ടെക്സ്റ്റ് ചെയ്യുന്നതാണോ? Okay, can be formed using all the letters of the word equation. EQUATION. Okay,
ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ഓക്കെ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ഉണ്ട് യൂസിങ് ഈച്ച് ലെറ്റർ എക്സാക്ട്ലി വൺസ് യൂസിങ് ഈച്ച് ലെറ്റർ എക്സാക്ട്ലി വൺസ്. അതായത് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു, മീനിങ്ങും ഉണ്ടായിട്ടും മീനിങ് ഇല്ലാണ്ടൊക്കെ എന്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ഇതുണ്ടാക്കാൻ പറ്റുന്നു, വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഒറ്റ സമയത്ത് ഒറ്റ വേർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ ക്യൂ 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 അങ്ങനെ എഴുതാൻ പറ്റില്ല. ഒറ്റ സമയത്ത് ഒരു ലെറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്തോളില്ലേ, ഇത് ആൻസർ ചെയ്തോളില്ലേ. എനിക്ക് ആൻസർ ചെയ്തിട്ട് അയച്ചാൽ കേട്ടോ വാട്സാപ്പിൽ.